മാനസദസ്സിന് നമസ്കാരം. ഇസ്രായേൽ ജനത്തെ നയിക്കുക, അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുക. യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച മോശയുടെ ബാല്യകാലത്ത് സംഭവിച്ച ഒരു മഹാ അത്ഭുതം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. നോക്കുക, ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും വർദ്ധിച്ചു വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ അവർ നമ്മളെ എല്ലാം കീഴ്പ്പെടുത്തും. അവർ വർദ്ധിക്കാതിരിക്കാൻ നമ്മൾ തന്ത്രപൂർവ്വം പെരുമാറണം. ഇസ്രായേൽ ജനത്തെ അടിമവേല ചെയ്യിപ്പിക്കുന്നു. പണിയിട. യഹോവയാ ദൈവമേ, ഞങ്ങൾ ഈ കടന്ന ജാതിനെ രക്ഷിക്കണമേ. ഈ കടന്ന ജാതിനെ രക്ഷിക്കുവാൻ അങ്ങ് വേഗം ഇറങ്ങി വരണമേ. പണിയിട. കൊട്ടാരത്തിൽ അടിമവേല കൂട്ടിയിട്ടിട്ടും ഇവർ ദിനം പ്രതി വർദ്ധിക്കുന്നു. ആരിവിടെ? ഹബ്രായ സ്ത്രീക്ക് ജനിക്കുന്ന ഓരോ ആൺകുട്ടികളെയും നൈൽ നദിയിലേക്ക് ഒഴുക്കിവിടാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇവിടെ ഒരു രാജാവ് മതി, ഈ ഫറവോ രാജാവ്. ഇസ്രായേൽ ജനത്തിലെ ഒരു കുടുംബം. എൻ്റെ കുഞ്ഞെ, എൻ്റെ ദൈവമേ, അങ്ങ് എന്തിനു എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നു? ആ ഫറവോ പറഞ്ഞെന്താൻ അങ്ങേക്ക് അറിഞ്ഞൂടെ? അങ്ങ് എന്നെ മരിപ്പിക്കുകയാണോ? അങ്ങ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നേ. ആ ഫറവോ എന്ത് ക്രൂരനാണ്, ദുഷ്ടനാണ്, ദുഷ്ടൻ. അമ്മ വിഷമിക്കണ്ട, നമ്മുടെ കുഞ്ഞിനെ ദൈവം കാക്കും. അമ്മയും മോളും കുഞ്ഞിനെ താലോലിച്ച് നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുന്നു. കുറച്ചു കഴിഞ്ഞ് രാജ്ഞിയും കൂട്ടുകാരും നദിയിൽ കുളിക്കാൻ ഇറങ്ങുന്നു. ഹായ്, എന്ത് തണുത്ത വെള്ളം! ഹായ് ഹായ് ഹായ്. രാജ്ഞി, അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. ഒരു കുഞ്ഞിൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അയ്യോ, ഇതൊരു കുഞ്ഞാണല്ലോ. രാജ്ഞി, ദേ ഇതൊരു കുഞ്ഞാണ്. ചുണക്കുട്ടനായ ഒരു ആൺകുട്ടി. ഇത്രയും സുന്ദരനായ ഇവൻ എങ്ങനെ ഇവിടെ വന്നു? ഓ, എൻ്റെ പിതാവിനെ പേടിച്ച് ഏതെങ്കിലും ഹബ്രായ സ്ത്രീ ഈ നദിയിൽ ഒഴുക്കിവിട്ടതാണെന്ന് തോന്നുന്നു. അയ്യോ, ഇവൻ കരയാനുണ്ടല്ലോ. ദാസികളെ, ഈ കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുവിൻ. രാജ്ഞി, ഈ കുഞ്ഞിനെ നോക്കാൻ ഞാൻ ഒരു ഹബ്രായ സ്ത്രീയെ വിളിക്കട്ടെ? ആ, വേഗമാകട്ടെ. ഇസ്രായേൽ ജനത്തിലെ ആ കുടുംബം. അമ്മേ എവിടെയാ അമ്മേ? ആ അമ്മേ, നമ്മുടെ കുഞ്ഞിനെ ഫറവോയുടെ മകൾക്ക് കിട്ടിയിരിക്കുന്നു. എന്ത്? ഫറവോയുടെ മകൾക്കോ? എൻ്റെ ദൈവമേ! അമ്മ വിഷമിക്കാതെ. ഫറവോയുടെ മകൾ സ്നേഹാനിധിയും ദയവുള്ളവളുമാണ്. അവൾ നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു ഹബ്രായ സ്ത്രീയെ അന്വേഷിക്കുന്നുണ്ട്. എന്ത്? നീ പറഞ്ഞ സത്യമാണോ? എൻ്റെ ദൈവമേ, അങ്ങ് കാത്തു. വാ അമ്മേ, വാ പോവാം. കൊട്ടാരത്തിൽ രാജ്ഞി, ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഞാനൊരു ഹബ്രായ സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെങ്ങനെ വിളിക്കട്ടെ? ആ, വേഗമാകട്ടെ. രാജ്ഞി, അമ്മേ, നിങ്ങൾ ഈ കുഞ്ഞിനെ നോക്കണം. ഈ കുഞ്ഞിന് പാലൂട്ടണം. അതിനുള്ള എല്ലാ ചെലവും നാം വഹിച്ചോളാം. ഇവന് ഞാനൊരു പേരിടും. നദിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് ഞാൻ ഇവന് മോശ എന്ന് വിളിക്കുന്നു. ദൈവമേ, മോശ വളർന്നു വലുതായി ഇസ്രായേൽ ജനത്തെ അവരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു. യേശുവിടെ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്ദി, നമസ്കാരം.